ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇത് മുഴുവൻ മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിന് മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ അളവിന് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് വറുത്തെടുക്കണം. വറക്കുമ്പോൾ ശകല എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ പച്ച തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആദ്യം പൊടിച്ചെടുക്കണം, അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിത് നല്ല പുളിയായതുകൊണ്ട് ഞാൻ അരച്ചെടുക്കാനാണ് പോണത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. വറുത്ത അതേ ചട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 സെക്കൻഡ് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നിങ്ങൾ ആവശ്യം കണക്കാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ്. ഇതിൽ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ്. ഇനി മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്, അതിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഇരുന്ന് നല്ലതുപോലെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്തെടുത്ത ഉലുവ കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. തവി കൊണ്ട് ഇളക്കാൻ പാടില്ല തിളയ്ക്കുമ്പം. ഇത് നമുക്ക് കൈ കൊണ്ട് എടുത്ത് ഇതിങ്ങനെ എടുത്ത് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതിവിടെ ഒന്ന് വറ്റിട്ട് ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. മീൻ കറി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. എടുത്ത് കൈ കൊണ്ട് ഒരു ചുറ്റൂടെ ചുറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങ് അടച്ച് വയ്ക്കാം. മീൻ കറി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.